18-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ തമിഴ്നാടിന്റെ മണ്ണിൽ ഒരു പെൺസിംഹം ജനിച്ചു. രാമനാഥപുരത്തെ രാജകുമാരിയായിരുന്ന വേലു നാച്ചിയാർ കേവലം കൊട്ടാരക്കെട്ടുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാൻ വിധിക്കപ്പെട്ടവളായിരുന്നില്ല. ആയോധനകലകളിലും കുതിരസവാരിയിലും വില്ലുവിദ്യയിലും അസാമാന്യമായ പാടവം തെളിയിച്ച അവൾ 10 ഭാഷകളിൽ പ്രാവീണ്യം നേടിയ നയതന്ത്രജ്ഞ കൂടിയായിരുന്നു. ശിവഗംഗയിലെ രാജാവായിരുന്ന മുത്തുവടുകനാഥനെ വിവാഹം കഴിച്ചതോടെ അവൾ ആ രാജ്യത്തിന്റെ റാണിയായി. എന്നാൽ സന്തോഷകരമായ ആ ജീവിതത്തിന് അധികം അയസ്സുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ ചതിയിലൂടെ കാളയാർ കോവിൽ യുദ്ധത്തിൽ തന്റെ ഭർത്താവിനെയും രാജ്യത്തെയും വേലു നാച്ചിയാർക്ക് നഷ്ടമായി. സാധാരണക്കാരായ പലരും വിധിക്കു കീഴടങ്ങുമായിരുന്നു. എന്നാൽ വേലു നാച്ചിയാർ വ്യത്യസ്തയായിരുന്നു. തന്റെ കൊച്ചു മകളുമായി കാട്ടിൽ അഭയം തേടിയ അവൾ അവിടെയിരുന്ന് പ്രതികാരത്തിന്റെ കനലുകൾ ഊതിജ്വലിപ്പിച്ചു. 8 വർഷത്തോളം നീണ്ട വനവാസക്കാലത്ത് അവൾ വെറുതെയിരുന്നില്ല. ഹൈദർ അലിയുടെ സഹായത്തോടെ ഒരു കൂറ്റൻ സൈന്യത്തെ വാർത്തെടുത്തു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ ചാവേർ സൈന്യത്തെ നയിച്ചത് വേലു നാച്ചിയാരായിരുന്നു. തന്റെ വിശ്വസ്തയായ തോഴി കുയിലിയിലൂടെ ബ്രിട്ടീഷുകാരുടെ ആയുധപ്പുര തകർക്കാൻ അവൾക്ക് കഴിഞ്ഞു. സ്വന്തം ശരീരത്തിൽ തീ കൊളുത്തി ശത്രുവിന്റെ വെടിക്കോപ്പുകളിലേക്ക് ചാടിവീണ കുയിലിയുടെ ആത്മത്യാഗം വേലു നാച്ചിയാരുടെ പോരാട്ടവീര്യത്തിന് കരുത്തേകി. ഒടുവിൽ 1780-ൽ നഷ്ടപ്പെട്ട ശിവഗംഗ രാജ്യം അവൾ തിരിച്ചുപിടിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ വിജയം വരിച്ച ആദ്യത്തെ ഇന്ത്യൻ രാജ്ഞിയായി വേലു നാച്ചിയാർ ചരിത്രത്തിൽ ഇടം പിടിച്ചു. തോൽക്കാൻ മനസ്സില്ലാത്തവർക്ക് മുന്നിൽ ലോകം കീഴടങ്ങുമെന്ന് അവൾ തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. അനീതിക്കെതിരെ പോരാടാൻ ഒരു സ്ത്രീയുടെ മനസ്സുറപ്പും ധീരതയും മാത്രം മതി എന്ന വലിയ സന്ദേശമാണ് വീരമംഗൈ എന്നറിയപ്പെടുന്ന വേലു നാച്ചിയാരുടെ ജീവിതം നമുക്ക് നൽകുന്നത്. ഇന്നും ആ ധീരമായ പോരാട്ടകഥ ഭാരതീയരുടെ ഹൃദയങ്ങളിൽ ഒരു ആവേശമായി നിലനിൽക്കുന്നു. ഇൻസ്പയർഡ് സ്റ്റോറി ബൈ ലെക്ചർ നോട്ട്സ് ബൈ ആദി.